നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം. ഉത്ഥാനപാദനൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാ. അന്യാസു നീതിരിതി ഭർത്തുരനാദൃതാ സാ. ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. അംഗേ പിതുഃ സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതോധിരോക്ഷ്യൻ. ആചിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ. ദുസ്സന്ത്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. ഉത്ഥാനപാദനൃപതേഃ മനുനന്ദനസ്യ. ഉത്ഥാനപാദനൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ടാ. സുരുചിർനിതരാമഭീഷ്ടാ. അന്യാ സുനീതി ഇതി സുനീതിരിതി ഭർത്തുഃ അനാദൃതാ ഭർത്തുരനാദൃതാ സാ. ത്വാം പ്ലസ് ഏവ ത്വാമേവ നിത്യം അഗതിഃ നിത്യമഗതിഃ ശരണം ഗതാ അഭൂത് ഗതാഭൂത്. അംഗേ പിതുഃ സുരുചിപുത്രകം ഉത്തമം സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതിസുതഃ അധിരോക്ഷ്യൻ. സുനീതിസുതോധിരോക്ഷ്യൻ. ആചിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ. ദുസ്സന്ത്യജാ ഖലു ഭവത് വിമുഖൈഃ അസൂയാ. ഭവദ്വിമുഖൈരസൂയാ. പദങ്ങൾ. ഹരേ കൃഷ്ണ. നമ്മൾ സ്വയംഭുവ മനുവോട് കുട്ടികളോട് കഥകളാക്കും ഓരോന്ന് കേട്ടെന്ന് വരും. സ്വയംഭുവ മനു ശതരൂപ ദമ്പതികൾക്ക് 3 പെൺകുഴന്തകളും 2 ആൺകുട്ടികളുമാക്കും. ആഹൂതി, പ്രസൂതി, ദേവഹൂതി. ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് കല്യാണം பண்ணி കൊടുത്ത. അതില് 9 പെൺകുഴന്തകളും. അതുക്കപ്പുറം ഭഗവാനെ കപില വാസുദേവന അവതാരം பண்ணினது. കപിലോപദേശമെല്ലാം പാർത്തു. അത് കഴിഞ്ഞ് അടുത്ത പുത്രി പ്രസൂതി. പ്രസൂതിക്ക് 16 കുഴന്തകൾ, ഷോഡശചാപകന്യാലെല്ലാം പാർത്തു. അതിലെ 13 പേരെ ധർമ്മദേവനക്ക് കന്യകാദാനം பண்ணின. സ്വാഹ സ്വധ അവള് അഗ്നിക്കും പിതൃക്കൾക്കും കൊടുത്ത. അതുക്കപ്പുറം കടശി പൊണ്ണാന സതീദേവിയെ ഭഗവാൻ ശങ്കരന് വിവാഹം பண்ணி കൊടുത്തത്. ദക്ഷയാഗം മുടങ്ങിനത്. സതീ ദേഹത്യാഗം എല്ലാം പോന ദശകത്തില് പാത്തു. ഇനി അടുത്തത് പുത്രന്മാർ 2 പേർ. പ്രിയവ്രതൻ, ഉത്ഥാനപാദൻ. അതില് ഉത്ഥാനപാദനോട് കഥയാക്കം ഇങ്ങനെ വരപ്പെട്ടത്. ഉത്ഥാനപാദം ചെന്നാല് ആദ്യത്തെ അതോട് വാക്കോട് അർത്ഥം ഉത്തമமான ശിരസ് കീഴെ ആയിട്ട് നടക്കപ്പെട്ടത്, തല കീഴാൻ നടക്കപ്പെട്ട ആള് എന്ന് ഒരു അർത്ഥമുണ്ട്. പിന്നെ അവരോടൊക്കെ അടുത്തത് ചൊല്ലറാം. മനുനന്ദനസ്യ ഉത്ഥാനപാദനൃപതേഃ. സ്വയംഭുവ മനുവോട് പുത്രനാണ് ഉത്ഥാനപാദൻ എന്ന രാജാവുക്ക് സുരുചിഃ ജായാ നിതരാം അഭീഷ്ട.
അഭീഷ്ട ബഭൂവ. രണ്ട് കളത്ര സുരുചി സുനീതി. സുരുചിങ്കര ഭാര്യാട്ട് ജായാട്ട് കൊഞ്ചം ഇഷ്ടം ജാസ്തിയായിരുന്നത്. സുനീതിഹി ഇതി അന്യാഹ ഭർത്തുഹു അനാദൃത. സുനീതിങ്കര ഇന്നൊരു ഭാര്യയുടെ അത്രയ്ക്ക് ഇഷ്ടമിരിക്കലേ. അനാധൃത ബഭൂവ അഗതിഹി സാ നിത്യം ത്വാം ഏവം ശരണം ഗത അഭൂത. അപ്പൊ അവൾക്ക് വേറെ ഗതി ഇല്ലാതേക്ക് വന്നതിനാല് പതി തന്നിട്ട് പതിയോട് ഇഷ്ടം കുറവാനതിനാല് എന്താ സുനീതി വേറെ ആരും ആശ്രയമില്ലാത്തതിനാല് ഭഗവാനെ ശരണം പ്രാപിച്ച. പിന്നെ സുനീതി സുരുചി രണ്ട് പേരുകളാക്കും. എല്ലാം ഓരോന്നൊക്കെ അർത്ഥമുണ്ട്. സുരുചി ചൊന്ന നല്ല കാര്യങ്ങളില് രുചിയില് ആഗ്രഹമുള്ള ആള് സുരുചി. എപ്പോഴും രുചി രുചി എന്ന് തന്നെ ആഗ്രഹങ്ങൾ. ഇത് വേണം ഇത് വേണം എന്നല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പുറകെ ആഗ്രഹങ്ങൾ വരുമേ. ഒന്ന് വാങ്ങിന അത് കഴിഞ്ഞ അടുത്തത് വരും. ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കരുത്, അത് കടച്ചു കഴിഞ്ഞ ഉടനെ അടുത്തത് വേണമെങ്കിൽ ആഗ്രഹം വരും. ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനങ്ങളാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇന്നൊരു സാധനത്തിലായിരിക്കും ആഗ്രഹം. പിന്നെന്താ വാങ്ങിയ സാധനങ്ങളൊന്നും പലപ്പോഴും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ മാട്ടോ എന്നുള്ളത് വേറൊരു വശം. അതൊക്കെ സുരുചി. സുനീതി, നീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നീതിപൂർവമാ ഇരിക്കപ്പെട്ടവൾ സുനീതി. നമ്മുടെ മനസ്സോട് ഭാവമാക്കുന്ന കൂടി ഇത് ചൊല്ലുക. ഒരു വശം മനസ്സെന്നെ പോകും, രുചി ആഗ്രഹങ്ങൾക്ക് പിന്നാടി പോകും. ഇന്നത് ഇന്ന് നീതിപരമായിട്ട് ഇത് വേണമാ വേണ്ടാമാ ശരിയാ തെറ്റാ എന്നമാതിരി നീതിപരമാവും മനസ്സ് ഒരു പക്കം പോകും. അതൊരു കഥാരൂപത്തിലെങ്കിൽ ചൊല്ലണം. ഇപ്പൊ വേറെ ആരും അഭയമില്ലാത്തതിനാല് ഭഗവാന് അഭയം പ്രാപിച്ച. പിതുഹു അങ്കേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വ. ഒരു നാളേക്ക് എന്താ സുരുചിയോട് പുത്രൻ ആന ധ്രുവൻ. സുരുചിയോട് പുത്രനാണ് ഉത്തമൻ. സുനീതി സുതഃ ധ്രുവഃ കില അധിരോക്ഷ്യ. ഇപ്പൊ എന്താ സുരുചിയുടെ രാജാക്ക് ഇഷ്ടം ജാസ്തി. അപ്പൊ അപ്പടി വന്നപ്പോ സുരുചിയോട് പുത്രൻ ഉത്തമനക്ക് ரொம்ப സ്വാതന്ത്ര്യം ജാസ്തിയാക്കും. രാജാവോട് മടിയിലൊക്കാരുവൻ, രാജസിംഹാസനത്തിലൊക്കാരുവൻ. അവനക്ക് ആരും ഒന്നും ഒരു കാര്യത്തിനും തടസ്സം ചൊല്ലാൻ വേണ്ട. ഇവൻ ഇപ്പടി അപ്പാവോട് മടിയിലൊക്കാന്നിരിക്കുന്നത് പാർത്തപ്പോ ഒരു നാളേക്ക് സുനീതിയോട് പുത്രനാണ്. സുനീതി സുതഃ ധ്രുവഃ കില അധിരോക്ഷ്യ. സുനീതി പുത്രനാണ് ധ്രുവനക്ക് ഒരു നാളേക്ക് അപ്പാവോട് മടിയിലൊക്കാരണമെന്ന് വലിയ ആശ തോന്നി. കുഴന്തകൾ തന്നെ ഒരാൾ ചൊല്ലരുത് பார்த்தா ഇന്നൊരാൾക്ക് ആശ തോന്നും. കുഴന്തകൾ വ്യത്യാസം കാട്ടമാട്ട സാധാരണ. അപ്പൊ അപ്പടി അപ്പാ മടിയിലൊക്കാരണമെന്ന് ആശ തോന്നിയത്. ശിശുഹു സുരുച്യാ സുതരാം ആജിക്ഷിപേ കില ഭവത് വിമുഖൈഹി അസൂയ ദുസ്സന്ധ്യജ ഖലു. அந்த அப்பாவோட மடியில உட்கார போன அந்த ധ്രുവനെ பார்த்து സുരുചിക്ക് ரொம்ப കോപം വന്നതാ. ഉടനെ അവളിരിക്കെ അതായത് രുചിയിലെ ആഗ്രഹം വരത്തെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും എന്നെ വരും. അത് കടച്ചാനാണ് അഹങ്കാരം വരും. കടക്കലാനാൽ നമുക്ക് അസൂയ വരും, ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്ന വാക്കുകൾ വായിലെന്ത് പറഞ്ഞു தெரியாது, ഇന്ദ്രിയങ്ങള് നിർത്തപ്പറ്റാതെ. അപ്പൊ അന്ത മാതിരി ഇവൾക്ക് ரொம்ப ദുസ്സന്ധ്യജാഖലു അസൂയ വന്നത് എന്നൊക്കെ നോക്കാം.
ഏത് ദുർഗുണമാനാലും ശരി അപ്പൊ ഇത് രുചിയിലെ താല്പര്യം വർത്തേ ഭഗവാനുള്ള അഭിമുഖം കുറയും. അവ എന്നെ പണ്ടുക അതൊക്കെതിരായിട്ട് നാം പ്രവർത്തിപ്പ നീതിപൂർവമായിരുന്നാൽ അവളോട് മനസ്സ് ഭഗവാനുക്ക് അഭിമുഖமாக തീരും. അപ്പോൾ ഭഗവാനുക്ക് അഭിമുഖമല്ലാക്കി എതിരാച്ച് ആരോട് ചിന്തകൾ, സുരുചിയോട് ചിന്തകൾ, സുനീതിയോട് ചിന്തകൾ ഭഗവാനുക്ക് അഭിമുഖമാവുന്നത്. ഇൻ ഷോർട്ട് സുരുചി ഒരു ഭഗവാൻ ആരാധന പണി അന്ന മാതിരി ഇരുന്ന സുനീതി ഇതെല്ലാം എതിരായിരുന്ന. ഇനി എന്നാഹൃതங்கிறது അടുത്ത ശ്ലോകത്തിൽ பார்க்கலாம். ഹരേ കൃഷ്ണ.